ഇന്നോവേറ്റീവ് PSC ട്യൂട്ടറിലേക്ക് ഏവർക്കും സ്വാഗതം. 10th മെയിൻസ് എക്സാം എഴുതുന്നവർക്ക് വേണ്ടി തയ്യാറാക്കിയ ഒരു വീഡിയോ ആണിത്. ഇതിൽ ഇംഗ്ലീഷും മലയാളവും മാത്സും ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. എല്ലാവരും വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. വീഡിയോ ഉപകാരമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും അന്തരീക്ഷത്തിൽ താപം പ്രസരിക്കുന്ന വിവിധ രീതികൾ തിരഞ്ഞെടുക്കാനാണ്. ആൻസർ ഓപ്ഷൻ എ ആണ് ആൻസർ. 1, 2, 3. 1 ചാലനം, 2 സംവഹനം, 3 അഭിവഹനം. ഇത് 3ഉം അന്തരീക്ഷത്തിൽ താപം പ്രസരിപ്പിക്കുന്നതിന് സഹായിക്കുന്നു. അന്തരീക്ഷത്തിൽ നടക്കുന്ന പ്രധാന താപവ്യാപന പ്രക്രിയകളാണ് താപചാലനം, സംവഹനം, അഭിവഹനം, ഭൗമവികിരണം. ചൂട് പിടിച്ച ഭൗമോപരിതലത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ ഭാഗത്തേക്ക് താപം പകരുന്ന പ്രതിഭാസമാണ് താപചാലനം. അതായത് ഒരു തന്മാത്ര ചൂട് പിടിച്ചിട്ട് അത് തൊട്ടടുത്ത തന്മാത്രയിലേക്ക് താപം കൈമാറ്റം ചെയ്യുന്ന രീതി, അതിനാണ് നമ്മൾ താപചാലനം എന്ന് പറയുന്നത്. ഏകദേശം നമ്മൾ ഖരവസ്തുക്കളിലൊക്കെ താപം പ്രേഷണം ചെയ്യപ്പെടുന്നത് ഈ താപചാലനം വഴിയാണ്. നമ്മൾ ഇരുമ്പ് കമ്പിയൊക്കെ ചൂടാക്കുമ്പോഴേ ഒരു ഭാഗത്തു നിന്ന് ചൂടായിട്ട് ഇങ്ങനെ ചൂട് പുറത്തേക്ക് ഇങ്ങനെ വരില്ലേ, അത്. ചൂടായ വായു വികസിച്ചുയരുന്ന പ്രതിഭാസമാണ് സംവഹനം എന്ന് പറയുന്നത്. അതായത് തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന നടക്കുന്ന താപപ്രേഷണ രീതിയാണ് സംവഹനം എന്ന് പറയുന്നത്. വെള്ളം തിളപ്പിക്കുമ്പോഴേക്ക് താഴ്ന്ന് ചൂടായിട്ട് ആ വെള്ളം മുകളിൽ പോയിട്ട് മുകളിലത്തെ വെള്ളം താഴേക്ക് വരുന്നത് കണ്ടില്ലേ, അതാണ് സംവഹനം. കാറ്റിലൂടെ തിരശ്ചീന തലത്തിൽ താപം വ്യാപിക്കുന്ന പ്രതിഭാസമാണ് അഭിവഹനം. ഭൗമോപരിതലത്തിൽ നിന്ന് ദീർഘതരംഗ രൂപത്തിൽ ഊർജം ശൂന്യാകാശത്തേക്ക് വികിരണം ചെയ്യപ്പെടുന്ന പ്രക്രിയയാണ് ഭൗമ വികിരണം എന്ന് പറയുന്നത്. അതായത് മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് ഭൗമവികിരണം. നമ്മുടെ അന്തരീക്ഷം ചൂട് പിടിക്കുന്നത് നമ്മുടെ ഭൂമിയിൽ തട്ടിയിട്ട് തിരിച്ചു പോകുന്ന കിരണങ്ങളും ഇതാണ്. അപ്പോൾ അവിടെ മാധ്യമം ഇല്ല. അപ്പോൾ ഈ തിരിച്ചു പോകുന്ന ഭൗമ കിരണങ്ങളാണ് അന്തരീക്ഷത്തെ ചൂട് പിടിപ്പിക്കുന്നത്. അപ്പം അതറിയുന്ന കാര്യമായിരിക്കും, എന്നാലും ഒന്നും കൂടെ ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ: നാം അധിവസിക്കുന്ന ഭൂമിയും സൗരയൂഥവും ക്ഷീരപഥ ഗാലക്സിയിൽ ഉൾപ്പെട്ടതാണ്. ഇതിന്റെ ആകൃതി എന്താണ്? ആൻസർ ഓപ്ഷൻ എ സർപ്പിളാകാരം. സൗരയൂഥം ഉൾക്കൊള്ളുന്ന ഗാലക്സിയാണ് ക്ഷീരപഥം. പുരാതന ഭാരതത്തിൽ ക്ഷീരപഥം അറിയപ്പെട്ടിരുന്നത് ആകാശഗംഗ എന്നാണ്. ക്ഷീരപഥത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ചെറു നക്ഷത്രക്കൂട്ടങ്ങളാണ് കോൺസ്റ്റലേഷൻ എന്ന് പറയുന്നത്. ക്ഷീരപഥത്തിലെ ഏറ്റവും വലിയ നക്ഷത്രഗണമാണ് ഹൈഡ്ര. ആകാശഗംഗ അഥവാ ക്ഷീരപഥം സർപ്പിളാകൃതം അഥവാ ചുഴിയാകൃതിയിലുള്ള ഗാലക്സിക്ക് ഉദാഹരണമാണ്. ആകാശഗംഗയിലെ ഏറ്റവും പ്രകാശമാനമായ നക്ഷത്രമാണ് സിറിയസ്. സൂര്യപ്രകാശം ഭൂമിയിലെത്താൻ 500 സെക്കൻഡ് സമയം വേണം. അതായത് 8 മിനിറ്റും 20 സെക്കൻഡുമാണ് എടുക്കുന്നത്. എന്നാൽ ചന്ദ്രപ്രകാശം ഭൂമിയിലെത്താൻ 1.3 സെക്കൻഡ് മതി. പ്രപഞ്ചം അനുദിനം വികസിക്കുന്നു എന്ന് തെളിയിച്ചത് സർ എഡ്വിൻ ഹബിളാണ്. സൗരയൂഥത്തിന്റെ കേന്ദ്രം സൂര്യനാണ്. സൂര്യനിലെ എല്ലാ വസ്തുക്കളും പ്ലാസ്മാവസ്ഥയിലാണ് കാണപ്പെടുന്നത്. സൗരയൂഥത്തിലെ ഏക നക്ഷത്രവും തന്നെ സൂര്യൻ തന്നെയാണ്. സൂര്യൻ നടക്കുന്ന പ്രവർത്തനം അണുസംയോജനമാണ്, ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ്. ഭൂമിയിൽ നിന്നും ദൃശ്യമാവുന്ന സൂര്യന്റെ ഭാഗമാണ് ഫോട്ടോസ്ഫിയർ എന്ന് പറയുന്നത്. സൂര്യന്റെ ഏറ്റവും പുറമേയുള്ള പാളിയാണ് കൊറോണ എന്ന് പറയുന്നത്. സൗരയൂഥത്തോട് ഏറ്റവും അടുത്ത നക്ഷത്രം ഏതെന്ന് ചോദിച്ചാൽ പ്രോക്സിമ സെഞ്ചുറിയാണ്. സൗരയൂഥം കടന്നുപോയ ആദ്യ മനുഷ്യനിർമ്മിത പേടകം വോയേജർ 1 ആണ്. നമുക്ക് സൂര്യതാപത്തിന് കാരണം അൾട്രാവയലറ്റ് കിരണങ്ങളാണ്. സൂര്യന്റെ അന്ത്യഘട്ടമാണ് വെള്ളക്കുള്ളൻ. വെള്ളക്കുള്ളൻ നക്ഷത്രപരിധി നിർണയിച്ച ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞനാണ് സുബ്രഹ്മണ്യൻ ചന്ദ്രശേഖർ. ചന്ദ്രശേഖർ പരിധി വ്യക്തമായി നിർണയിച്ചതിന് സുബ്രഹ്മണ്യൻ ചന്ദ്രശേഖരന് നോബൽ സമ്മാനം ലഭിച്ച വർഷമാണ് 1983. അദ്ദേഹത്തിന് ഫിസിക്സിലാണ് നോബൽ സമ്മാനം ലഭിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ: കൂട്ടത്തിൽ പെടാത്തത് തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ ബി ചിനൂക്ക്. ഇന്ത്യയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് അക്ഷാംശീയ സ്ഥാനം, ഭൂപ്രകൃതി, സമുദ്ര സാമീപ്യം,
സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം. ഇന്ത്യയിലെ ഋതുക്കളെ പൊതുവായിട്ട് 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ശൈത്യകാലം, ഉഷ്ണകാലം, തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം, വടക്ക് കിഴക്കൻ മൺസൂൺ കാലം എന്നിങ്ങനെ. ഈ ശൈത്യകാലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂര്യൻ്റെ ദക്ഷിണായന കാലത്താണ് ഇന്ത്യയിൽ ശൈത്യകാലം അനുഭവപ്പെടുന്നത്. ഈ ശൈത്യകാലത്ത് ഉത്തരേന്ത്യയിൽ പകൽ സമയത്ത് മിതമായ ചൂടും രാത്രികാലങ്ങളിൽ ശൈത്യവും അനുഭവപ്പെടുന്നുണ്ട്. മണാലി, ഷിംല തുടങ്ങിയ ഉയർന്ന പ്രദേശങ്ങളിലൊക്കെ ഈ കാലത്ത് എന്ത് ചെയ്യും, മഞ്ഞ് വീഴ്ചയും സർവ്വസാധാരണയാണ്. പശ്ചിമാസ്വസ്ഥത എന്ന പ്രതിഭാസം ശൈത്യകാലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ശൈത്യകാലത്ത് മെഡിറ്ററേനിയൻ കടലിൽ രൂപം കൊള്ളുന്ന ശക്തമായ ന്യൂനമർദ്ദം ക്രമേണ കിഴക്കോട്ട് നീങ്ങി ഇന്ത്യയിലെത്തുന്നു. ഇത് ഉത്തര സമതലങ്ങളിൽ, പ്രത്യേകിച്ച് പഞ്ചാബിലൊക്കെ ശൈത്യകാലം മഴയ്ക്ക് കാരണമാകുന്നു. ഈ മഴ ശൈത്യകാല വിളക്ക് ഏറെ പ്രയോജനമാണ്. ഈ പശ്ചിമാസ്വസ്ഥതയെ ഇന്ത്യയിൽ എത്തിക്കുന്നതിന് ജെറ്റ് പ്രവാഹങ്ങൾക്ക് പ്രധാന പങ്കുണ്ട്. ട്രോപ്പോസ്ഫിയറിലൂടെയുള്ള അതിശക്തമായ വായുപ്രവാഹമാണ് ജെറ്റ് പ്രവാഹം. ശൈത്യകാലത്തെ കുറിച്ചിട്ടാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി ഉഷ്ണകാലം എന്ന് പറയുന്നത് സൂര്യൻ്റെ ഉത്തരായന കാലത്താണ് ഇന്ത്യയിൽ ഉഷ്ണകാലം വരുന്നത്, അഥവാ വേനൽക്കാലം. അതുപോലെ തന്നെ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് രാജസ്ഥാനിലെ ബാമർ എന്ന് പറയുന്ന പ്രദേശത്താണ്. ഇതിനു പുറമെ ഇടക്കാലങ്ങളിൽ വീശുന്ന പ്രാദേശിക വാദങ്ങളായ ലൂവും മാംഗോ ഷെവറും എന്തിന് കാരണമാവുന്നുണ്ട്, ഉഷ്ണകാലത്തിന് കാരണമാവുന്നുണ്ട്. അപ്പം മാംഗോ ഷവറിനെ കുറിച്ചിട്ടും നമ്മൾ പറഞ്ഞു, പശ്ചിമാസ്വസ്ഥതയെയും കുറിച്ച് പറഞ്ഞു. ഇനി ഒക്ടോബർ ചൂട് എന്താണ്? വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകൾ പൊതുവെ വരണ്ട കാറ്റുകളാണ്. അതുകൊണ്ട് തന്നെ ഇവ എന്ത് ചെയ്യുന്നില്ല, ഇന്ത്യയിൽ പൊതുവെ മഴ ഉണ്ടാക്കുന്നില്ല. മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലം എന്നും വിശേഷിപ്പിക്കപ്പെടുന്ന ഈ കാലത്തിൽ എന്ത് ചെയ്യും, ഇത് ശരിക്കും മഴക്കാലത്തിനും ശൈത്യകാലത്തിനും ഇടയിലുള്ള ഒരു ഇടവേളയാണ്. അത് ഏകദേശം ഒക്ടോബർ നവംബർ മാസങ്ങളിലായിട്ടാണ് ഇന്ത്യയിൽ ആകെ അനുഭവപ്പെടുന്നത്. ഈ സമയത്ത് ഇന്ത്യയിലൊട്ടാകെ അനുഭവപ്പെടുന്ന ഉയർന്ന ഊഷ്മാവും ആർദ്രതയും പകൽ സമയങ്ങളെ ദുസ്സഹമാക്കുന്നു. ഈ പ്രതിഭാസമാണ് ഒക്ടോബർ ചൂട് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഒക്ടോബർ ചൂടെന്ന് പറഞ്ഞാലും മാംഗോ ഷവേഴ്സ് എന്ന് പറഞ്ഞാലും പശ്ചിമാസ്വസ്ഥത എന്ന് പറയുന്നതെല്ലാം എന്തിൽപ്പെട്ടതാണ്? അത് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടതാണ്. അതിൽ ചിനൂക്ക് എന്നത് എന്താണ്? കാറ്റുകളാണ്. വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതനിരയുടെ കിഴക്കൻ ചെരിവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റാണ് ചിനൂക്ക്. ഈ ചിനൂക്ക് റോക്കി പർവ്വതനിരയിലെ കിഴക്കേ ചെരിവിലെ മഞ്ഞുരുക്കി മാറ്റുന്നതിനാൽ ഇവയ്ക്ക് മഞ്ഞുതീനി എന്ന അർത്ഥമുണ്ട്. ഈ ചിനൂക്ക് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? മഞ്ഞുതീനി എന്നാണ്. ഇവിടുത്തെ മഞ്ഞുരുക്കി മാറ്റുന്നതാണ് ഈ പേര് ലഭിച്ചത്. ശൈത്യത്തിൻ്റെ കാഠിന്യം കുറക്കുന്നതിനാൽ കനേഡിയൻ സമതലങ്ങളിലെ ഗോതമ്പ് കൃഷിക്ക് ഈ കാറ്റ് വളരെ പ്രയോജനമാണ്. അപ്പോൾ ചിനൂക്ക് എന്ന് പറയുന്നത് കാറ്റാണ്, മറ്റെല്ലാം കാലാവസ്ഥയെ സ്വാധീനിക്കുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഭൂസ്ഥിര ഉപഗ്രഹങ്ങളുടെ സവിശേഷതകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ്? ആൻസർ ഓപ്ഷൻ സി 1, 2, 4. സഞ്ചാരപഥം ഭൂമിയിൽ നിന്നും ഏകദേശം 36,000 കിലോമീറ്റർ ഉയരത്തിലാണ്. ഭൂമിയുടെ ഭ്രമണ വേഗത്തിന് തുല്യമായ വേഗത്തിൽ സഞ്ചരിക്കുന്നു. വാർത്താവിനിമയത്തിന് പ്രയോജനപ്പെടുന്നു. കൃത്രിമ ഉപഗ്രഹങ്ങളിൽ ഘടിപ്പിച്ചിരിക്കുന്ന സെൻസറുകൾ വഴി വിവരശേഖരണം നടത്തുന്ന പ്രക്രിയയാണ് ഉപഗ്രഹ വിദൂര സംവേദനം. കൃത്രിമ ഉപഗ്രഹങ്ങളെ ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ, സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ എന്നിങ്ങനെ രണ്ടായി തിരിച്ചിരിക്കുന്നു. ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ സഞ്ചാരപഥം ഭൂമിയിൽ നിന്ന് ഏകദേശം 36,000 കിലോമീറ്റർ ഉയരത്തിലാണ്. ഭൂമിയുടെ 1/3 ഭാഗം നിരീക്ഷണ പരിധിയിൽ വരുന്നു. ഭൂമിയുടെ ഭ്രമണ വേഗത്തിന് തുല്യമായ വേഗത്തിൽ സഞ്ചരിക്കുന്നതിനാൽ എല്ലായ്പ്പോഴും ഭൂമിയിലെ ഒരേ പ്രദേശത്തെ അഭിമുഖീകരിച്ച് നിലകൊള്ളുന്നു. ഒരു പ്രദേശത്തിൻ്റെ സ്ഥിരമായ വിവരശേഖരണത്തിന് സാധിക്കുന്നു. അതുപോലെ വാർത്താവിനിമയത്തിനും ദിനാന്തരീക്ഷ സ്ഥിതിയിലുണ്ടാവുന്ന വ്യത്യാസം മനസ്സിലാക്കാനും പ്രയോജനപ്പെടുത്തുന്നത് ഭൂസ്ഥിര ഉപഗ്രഹങ്ങളെയാണ്. ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾക്ക് വേറെ പ്രത്യേകതയും കൂടെയുണ്ട്. ഭൂമിയുടെ ഭ്രമണത്തിനൊപ്പം സഞ്ചരിക്കുന്ന ഉപഗ്രഹങ്ങളാണ് ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ. എന്നാൽ സൗരസ്ഥിര ഉപഗ്രഹങ്ങളാണെങ്കിൽ ധ്രുവങ്ങൾക്ക് മുകളിലൂടെ ഭൂമിയെ വലയം വയ്ക്കുന്ന കൃത്രിമ ഉപഗ്രഹങ്ങളാണ് സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ. ഇവയുടെ സഞ്ചാരപഥം ഭൗമോപരിതലത്തിൽ നിന്ന് ഏതാണ്ട് 1000 കിലോമീറ്ററിന് താഴെയാണ്. അതുപോലെ ഭൂസ്ഥിര ഉപഗ്രഹങ്ങളെക്കാൾ കുറഞ്ഞ നിരീക്ഷണ പരിധിയേ ഉള്ളൂ. ഒരു പ്രദേശത്തിൻ്റെ ആവർത്തിച്ചുള്ള വിവരശേഖരണം സാധ്യമാക്കുന്നത് സൗരസ്ഥിര ഉപഗ്രഹങ്ങളാണ്. പ്രകൃതി വിഭവങ്ങളെ, ഭൂവിനിയോഗം,
ഭൂഗർഭജലം മുതലായവയെക്കുറിച്ചുള്ള വിവരശേഖരണത്തിന് ഉപയോഗിക്കുന്നതാണ് സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ. വിദൂര സംവേദനത്തിന് മുഖ്യമായും ഈ ഉപഗ്രഹങ്ങളെ പ്രയോജനപ്പെടുത്തുന്നു. ഇന്ത്യ വിക്ഷേപിക്കുന്ന ഇൻസാറ്റ് ശ്രേണിയിലുള്ള ഉപഗ്രഹങ്ങൾ ഭൂസ്ഥിര ഉപഗ്രഹങ്ങളും IRS ശ്രേണിയിലുള്ള ഉപഗ്രഹങ്ങൾ സൗരസ്ഥിര ഉപഗ്രഹങ്ങളുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സാംസ്കാരിക ഭൂപടങ്ങൾക്ക് ഉദാഹരണങ്ങൾ തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ ഡി 1, 2, 4. സൈനിക ഭൂപടം, ഭൂവിനിയോഗ ഭൂപടം, രാഷ്ട്രീയ ഭൂപടം. ഉള്ളടക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂപടങ്ങളെ പൊതുവെ രണ്ടായി തരംതിരിക്കാം: ഭൗതിക ഭൂപടങ്ങളെന്നും സാംസ്കാരിക ഭൂപടങ്ങളെന്നും. ഭൂപ്രകൃതി, കാലാവസ്ഥ തുടങ്ങിയ പ്രകൃതിദത്തമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് ഭൗതിക ഭൂപടങ്ങൾ. എന്നാൽ കൃഷി, വ്യവസായം, രാഷ്ട്രീയ അതിർത്തികൾ മുതലായ മനുഷ്യനിർമ്മിതമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് സാംസ്കാരിക ഭൂപടങ്ങൾ. കിട്ടിയിട്ടുണ്ടാവുമല്ലോ സാംസ്കാരിക ഭൂപടങ്ങൾ. സാംസ്കാരിക ഭൂപടങ്ങളാണ് രാഷ്ട്രീയ ഭൂപടം, കാർഷിക ഭൂപടം, വ്യവസായിക ഭൂപടം, അതുപോലെ സൈനിക ഭൂപടം, ഭൂവിനിയോഗ ഭൂപടം, ചരിത്ര ഭൂപടമൊക്കെ. എന്നാൽ ഭൗതിക ഭൂപടങ്ങളാണ് മണ്ണ് ഭൂപടം, കാലാവസ്ഥാ ഭൂപടം, നൈസർഗിക സസ്യജാല ഭൂപടം, ജ്യോതിശാസ്ത്ര ഭൂപടം, അതുപോലെ ഭൂപ്രകൃതി ഭൂപടങ്ങളൊക്കെ ഭൗതിക ഭൂപടങ്ങളാണ്. ഇനിയുമുണ്ട് വർഗീകരണം. ഭൂപടങ്ങൾ തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന തോതിൻ്റെ അടിസ്ഥാനത്തിൽ അവയെ രണ്ടായിട്ട് തരംതിരിക്കാം. അതായത് ചെറിയ തോത് ഭൂപടമെന്നും വലിയ തോത് ഭൂപടങ്ങളെന്നും. ചെറിയ തോത് ഭൂപടങ്ങൾക്ക് ഉദാഹരണമാണ് അറ്റ്ലസ് ഭൂപടങ്ങൾ, ചുമർ ഭൂപടങ്ങളൊക്കെ. അതേസമയത്ത് വലിയ തോത് ഭൂപടങ്ങളാണ് കഡസ്ട്രിയൽ ഭൂപടവും ധരാതലീയ ഭൂപടങ്ങളും. ഇപ്പോൾ ലോകം, വൻകര, രാജ്യങ്ങൾ, സംസ്ഥാനങ്ങളൊക്കെ തുടങ്ങിയ ഒരു വലിയൊരു പ്രദേശത്തിനെ കുറിച്ചിട്ടുള്ള വലിയൊരു പ്രദേശത്തെ ചെറിയ ഒരു പേപ്പറിലേക്ക് അല്ലെങ്കിൽ ചെറിയൊരു പേജിലേക്ക് നമ്മൾ ചിത്രീകരിക്കുന്നതാണ് ചെറിയ തോത് ഭൂപടം. എന്നാൽ ചെറിയൊരു പ്രദേശത്തെ വലുതാക്കി ചിത്രീകരിക്കുന്നതാണ് വലിയ തോത് ഭൂപടം എന്ന് പറയുന്നത്. അതായത് കഡസ്ട്രൽ ഭൂപടം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രാദേശിക ഭൂസ്വത്തിൻ്റെ പുസ്തകം എന്നാണ്. അതായത് ചെറിയ ഒരു ഗ്രാമത്തെ കുറിച്ചിട്ട് ഗ്രാമഭൂപടങ്ങളാണ് കഡസ്ട്രൽ ഭൂപടങ്ങൾക്കൊക്കെ ഉദാഹരണം. ധരാതലീയ ഭൂപടങ്ങൾ എന്ന് പറഞ്ഞാൽ സമഗ്രമായ ഭൂസർവേയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്നതാണ് ധരാതലീയ ഭൂപടങ്ങൾ. പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ എല്ലാ സവിശേഷതകളും വളരെ വിശാലമായിട്ട് വളരെ വിശദീകരിച്ച് ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് ധരാതലീയ ഭൂപടം എന്ന് പറഞ്ഞാൽ. അതിൽ വനങ്ങൾ, ഭൂപ്രകൃതി, ഭൂപ്രദേശത്തിൻ്റെ ഉയരം, പട്ടണങ്ങൾ, ഗതാഗത വിനിമയങ്ങൾ, അതിൻ്റെ പിന്നെ ജനവാസ കേന്ദ്രങ്ങൾ, ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ടാകും. എന്നാൽ നമ്മുടെ വേൾഡ് മാപ്പ്, ഇന്ത്യ മാപ്പ്, കേരളത്തിൻ്റെ മാപ്പ്, അതെല്ലാം എന്താണ്? അത് ചെറിയ തോത് ഭൂപടങ്ങളാണ്. വലിയ തോത് ഭൂപടം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രാമങ്ങളുടെ ഭൂപടങ്ങളെയാണ് വലിയ തോത് ഭൂപടം എന്ന് പറയുന്നത്. അപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ നബാർഡുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് തെറ്റായത്? ആൻസർ ഓപ്ഷൻ ഡി വ്യവസായ വായ്പകൾ നൽകുന്ന പരമോന്നത ബാങ്ക് എന്നത് തെറ്റാണ്. അപ്പോൾ ശരിയായിട്ടുള്ളത് നമുക്ക് നോക്കാം. ശിവരാമൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം സ്ഥാപിക്കപ്പെട്ടു. കൃഷിക്കും ഗ്രാമവികസനത്തിനും വേണ്ടിയുള്ള ദേശീയ ബാങ്കാണ്. നബാർഡിൻ്റെ ആസ്ഥാനം മുംബൈയാണ്. ഇനി എന്തെല്ലാമാണ് നമുക്കതിൽ പറയാൻ പറ്റുന്നത്? നബാർഡ് രൂപീകൃതമായത് 1982 ജൂലൈ 12 നബാർഡ് രൂപീകരണവുമായി ബന്ധപ്പെട്ട കമ്മീഷൻ ശിവരാമൻ കമ്മിറ്റിയാണ്. പിന്നെ അതുപോലെ ഇതിന് വേറൊരു പേരും കൂടെ അറിയപ്പെടുന്നുണ്ട്, CRAFICARD. അതായത് ദ കമ്മിറ്റി ടു റിവ്യൂ അറേഞ്ച്മെൻറ്റ് ഫോർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റ് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. അതിൻ്റെ ചെയർമാന് ശിവരാമനാണ്. അത് ശിവരാമൻ കമ്മിറ്റിയുടെ വേറൊരു പേരാണത് കേട്ടോ. അടുത്തൊരു ക്വസ്റ്റ്യൻ, കേന്ദ്ര പൊതുമേഖലാ വ്യവസായ സംരംഭങ്ങൾക്ക് പ്രവർത്തന മികവിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ സ്വതന്ത്ര അധികാരങ്ങൾ നൽകുന്നതിനായി ഭാരത സർക്കാർ നൽകുന്ന പ്രത്യേക പദവി ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. മേൽ പറഞ്ഞവയെല്ലാം ആണ്. മഹാരത്ന, നവരത്ന, മണിരത്ന എന്നീ 3 പദവികളും നൽകുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ,
താഴെ പറയുന്ന ജോഡികളിൽ ശരിയായി യോജിക്കുന്നത് ഏത് എന്നാണ്. ആൻസർ ഓപ്ഷൻ സി. 8ാം പഞ്ചവത്സര പദ്ധതി മാനവശേഷി വികസനം എന്താണ് ശരിയായിട്ട് യോജിക്കുന്നത്. ബാക്കിയെല്ലാം തെറ്റാണ്. അപ്പം എന്താണ് തെറ്റ് നോക്കാം. അതിൻ്റെ ശരി എന്താണെന്ന് നോക്കാം. 3ാം പഞ്ചവത്സര പദ്ധതി ഭക്ഷ്യധാന്യങ്ങളിൽ പ്രത്യേകിച്ച് ഗോതമ്പിൻ്റെ കാര്യത്തിലുള്ള സ്വയം പര്യാപ്തതക്കാണ് ഊന്നൽ നൽകിയത്. 5ാം പഞ്ചവത്സര പദ്ധതി ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനാണ് പ്രാധാന്യം നൽകിയത്. 12ാം പഞ്ചവത്സര പദ്ധതി സുസ്ഥിര വികസനത്തിന് പ്രാധാന്യം നൽകി. ഇനി ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി എന്തിന് പ്രാധാന്യം നൽകിയത്? ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി കാർഷിക വളർച്ചയ്ക്ക് പ്രാധാന്യം നൽകി. ഈ 1ാം പഞ്ചവത്സര പദ്ധതിയിലാണ് ബക്രാനങ്കൽ, ഹിരാക്കുഡ്, ദാമോദർ വാലി പദ്ധതികളൊക്കെ ഉണ്ടാവുന്നത് 1ാം പഞ്ചവത്സര പദ്ധതികളാണ്. അതുപോലെ തന്നെ അഭയാർത്ഥി പുനരധിവാസമൊക്കെ ഉണ്ടാവുന്നത് ഈ 1ാം പഞ്ചവത്സര പദ്ധതിയിലാണ്. 2ാം പഞ്ചവത്സര പദ്ധതിയിലാണ് ദ്രുതഗതിയിലുള്ള വ്യവസായ വളർച്ച. ഭിലായി, റൂർക്കേല, ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റുകളൊക്കെ ആരംഭിച്ചതും ഡാമുകളും അതുപോലെ ഖാദി മേഖലകളും ഖാദി വ്യവസായ മേഖലയൊക്കെ ആരംഭിച്ചത് ഏതിനാണ്? 2ാം പഞ്ചവത്സര പദ്ധതിയിലാണ്. 3ാം പഞ്ചവത്സര പദ്ധതിയാണ് കാർഷിക വ്യവസായ വളർച്ചയാണ്, ഭക്ഷ്യധാന്യങ്ങളിൽ സ്വയം പര്യാപ്തതയാണ്. അതുപോലെ ചൈന യുദ്ധം നടന്നതും ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് 3ാം പഞ്ചവത്സര പദ്ധതിയിലാണ് ഉണ്ടായിട്ടുള്ളത്. 4ാം പഞ്ചവത്സര പദ്ധതി സ്ഥിരതയോടു കൂടിയുള്ള സാമ്പത്തിക വളർച്ചയും സ്വയം പര്യാപ്തതയ്ക്കാണ് പ്രാധാന്യം നൽകിയത്. 14 ബാങ്കുകൾ ദേശസാൽക്കരിച്ചത് ഇന്ദിരാഗാന്ധി 14 ബാങ്കുകൾ ദേശസാൽക്കരിച്ചത് 4ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. അതുപോലെ 5ാം പഞ്ചവത്സര പദ്ധതി ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനാണ് പ്രാധാന്യം നൽകിയത്. ഗരീബി ഹട്ടാവോ എന്ന് പറയുന്ന മുദ്രാവാക്യം ഏത് പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട വെച്ചാൽ 5ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ്. മിനിമം നീഡ്സ് പ്രോഗ്രാം 20 പരിപാടികളൊക്കെ 5ാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമാണ്. 6ാം പഞ്ചവത്സര പദ്ധതി ദാരിദ്ര്യ നിർമ്മാർജ്ജനവും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കലിനുമാണ് പ്രാധാന്യം നൽകിയത്. നബാർഡ് രൂപീകൃതമായത് 6ാം പഞ്ചവത്സര പദ്ധതിയിലാണ്. അതുപോലെ IRDP 1978 IRDP രൂപീകൃതമായത്. ഇതും 6ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ്. എന്നാൽ IRDP നിലവിൽ വന്നത് 1980 കേട്ടോ. 1978 രൂപീകൃതമായി 1980 നിലവിൽ IRDP ഇൻ്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം നിലവിൽ വന്നത് 1980 7ാം പഞ്ചവത്സര പദ്ധതി എന്തിനാണ്? ശാസ്ത്ര സാങ്കേതിക വിദ്യയിലൂന്നിയ വളർച്ചയ്ക്കാണ് 7ാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയത്. 8ാം പഞ്ചവത്സര പദ്ധതി മികച്ച വിദ്യാഭ്യാസം, ആരോഗ്യം, തൊഴിൽ എന്നിവയിലൂടെ മാനവ വിഭവശേഷി മെച്ചപ്പെടുത്തുക എന്നതിനാണ് 8ാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയത്. അതുപോലെ 8ാം പഞ്ചവത്സര പദ്ധതിയിൽ തന്നെയാണ് 1991 പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ ആവിർഭാവം വന്നിട്ടുള്ളത് 8ാം പഞ്ചവത്സര പദ്ധതിയിലാണ്. അതുപോലെ 9ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുടുംബശ്രീ പദ്ധതിയൊക്കെ ഉണ്ടായി. കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്തതും അതുപോലെ അന്ത്യോദയ, അന്നപൂർണ പദ്ധതികളൊക്കെ അത് സ്ത്രീ ശാക്തീകരണം, ജനകീയ പദ്ധതി എന്നൊക്കെ അറിയപ്പെടുന്ന 9ാം പഞ്ചവത്സര പദ്ധതിയാണ്. 10ാം പഞ്ചവത്സര പദ്ധതി കേരള മോഡൽ പദ്ധതി എന്നറിയപ്പെടുന്ന 10ാം പഞ്ചവത്സര പദ്ധതിയാണ്. അതുപോലെ ദാരിദ്ര്യം കുറക്കാനും സ്ത്രീ ശാക്തീകരണത്തിനും പ്രാധാന്യം നൽകിയ പദ്ധതി തന്നെയാണ് 10ാം പഞ്ചവത്സര പദ്ധതി. 11ാം പഞ്ചവത്സര പദ്ധതി സമഗ്ര സ്പർശിയായ വളർച്ച, എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വളർച്ച, വിദ്യാഭ്യാസ പദ്ധതി, വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്ന പദ്ധതി എന്നൊക്കെ അറിയപ്പെടുന്ന 11ാം പഞ്ചവത്സര പദ്ധതിയാണ്. 12ാം പഞ്ചവത്സര പദ്ധതി സുസ്ഥിര വികസനം, ഇന്ത്യയിലെ അവസാനത്തെ പഞ്ചവത്സര പദ്ധതിയാണ് 12ാം പഞ്ചവത്സര പദ്ധതി. 2014 ആസൂത്രണ കമ്മീഷൻ പിരിച്ചുവിട്ട് നീതി ആയോഗ് നിലവിൽ വരികയും ചെയ്തു. അടുത്ത ക്വസ്റ്റ്യൻ, 2017 ജൂലൈ 1 ഇന്ത്യയിൽ നിലവിൽ വന്ന GSTയിൽ ലയിക്കപ്പെടാത്ത നികുതി ഏത്? ആൻസർ ഓപ്ഷൻ സി, ആദായ നികുതി. കേന്ദ്ര എക്സൈസ് ഡ്യൂട്ടിയും കേന്ദ്ര വിൽപ്പന നികുതിയും സേവന നികുതിയും GSTയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 101ാം ഭേദഗതി പ്രകാരമാണ് GST നിലവിൽ വന്നിട്ടുള്ളത്. ഇതൊരു ഏകീകൃത പരോക്ഷ നികുതിയാണ്. ഇതിൽ 5 തരത്തിലുള്ള നികുതികളാണുള്ളത്. 0%, 5%, 12%, 18% and 28%. ഇങ്ങനെ 5 തരത്തിലുള്ള നികുതി നിരക്കുകളാണ് ഇതിലുള്ളത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. കേരള ആസൂത്രണ ബോർഡ് രൂപീകരിച്ച വർഷമേത്? ആൻസർ ഓപ്ഷൻ
ബി 1967 സെപ്റ്റംബർ. അടുത്ത ക്വസ്റ്റ്യൻ, കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ ആക്ട് നിലവിൽ വന്നത്? ആൻസർ ഓപ്ഷൻ ഡി 2008 ആഗസ്റ്റ് 11. അടുത്ത ക്വസ്റ്റ്യൻ, എ പ്ലേസ് വേർ ബേർഡ്സ് ആർ കെപ്റ്റ് ഈസ് കാൾഡ് ആൻ? ആൻസർ ഓപ്ഷൻ ബി ഏവിയറി. അടുത്ത ക്വസ്റ്റ്യൻ, ദ ചീഫ് ഗസ്റ്റ് ഡാഷ് ഇൻ ടൈം. ആൻസർ ഓപ്ഷൻ ഡി ടേൺഡ് അപ്പ്. അടുത്ത ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ വേർഡ് വിത്ത് കറക്റ്റ് സ്പെല്ലിംഗ്. ആൻസർ ഓപ്ഷൻ ഡി ഒക്കേഷൻ എന്നാണ് സ്പെല്ലിംഗ് ശരി. OCCASION ആണ് ഒക്കേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ് പാസീവ് ഫോം ഓഫ് ദ ഫോളോയിങ്. ക്വസ്റ്റ്യൻ ഇതാണ്, മനോജ് ഹാസ് റീഡ് മെനി ഗുഡ് ബുക്സ്. ഇതിൻ്റെ പാസീവ് വോയിസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ഓപ്ഷൻ സി മെനി ഗുഡ് ബുക്സ് ഹാവ് ബീൻ റീഡ് ബൈ മനോജ്. അടുത്ത ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ വേർഡ് വിച്ച് ഡസ് നോട്ട് മീൻ അമെൻഡ്. ആൻസർ ഓപ്ഷൻ എ ജോയിൻ. ചേഞ്ച്, ഇംപ്രൂവ്, മോഡിഫൈ എന്നിവയെല്ലാം അമെൻഡിൻ്റെ സെയിം മീനിങ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നതിൽ ശരിയായ രൂപം ഏത്? ആൻസർ ഓപ്ഷൻ എ ഹാർദം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ പൂജക ബഹുവചനത്തിന് ഉദാഹരണം. ആൻസർ ഓപ്ഷൻ ബി സ്വാമികൾ. അടുത്ത ക്വസ്റ്റ്യൻ, ബഹുലം എന്ന പദത്തിൻ്റെ വിപരീത പദം. ആൻസർ ഓപ്ഷൻ സി വിരളം. അടുത്ത ക്വസ്റ്റ്യൻ, ബീറ്റ് ദ അയേൺ വെൻ ഇറ്റ് ഈസ് ഹോട്ട് എന്നതിന് സമാനമായ മലയാളത്തിലെ ചൊല്ലേത്? ആൻസർ ഓപ്ഷൻ ഡി കാറ്റുള്ളപ്പോൾ പാറ്റണം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നതിൽ പര്യായമല്ലാത്ത പദമേത്? ആൻസർ ഓപ്ഷൻ ബി ആനനം. കാനനം, വിപിനം, ആരണ്യം ഇതെല്ലാം കാടിൻ്റെ പര്യായ പദങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, രണ്ട് സംഖ്യകളുടെ ഉസാഗ 16, ലസാഗു 192. ഒരു സംഖ്യ 64 ആയാൽ രണ്ടാമത്തെ സംഖ്യ ഏത്? ആൻസർ ഓപ്ഷൻ എ 48. അതായത് ഉസാഗയും ലസാഗും ഇൻറ്റു ചെയ്താൽ ആ സംഖ്യകളുടെ ഗുണനഫലം കിട്ടും. അപ്പോൾ ഒരു സംഖ്യ 64 എങ്കിൽ മറ്റേ സംഖ്യ നമ്മൾ എ എന്നിട്ടിട്ടുണ്ടെങ്കിൽ ഈ HCFും LCM ഇൻറ്റു ചെയ്തിട്ട് 64 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മറ്റേ സംഖ്യ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ പൂർണ്ണവർഗം ഏത്? ആൻസർ ഓപ്ഷൻ ബി 0.25. പോയിൻ്റ് സംഖ്യകൾ വരികയാണെങ്കിൽ ഇരട്ട സംഖ്യകളായിട്ട് നിൽക്കുന്ന സംഖ്യകളായിരിക്കും പൂർണ്ണവർഗം. ഇപ്പോൾ 25 നമ്മൾ സാധാരണ വർഗസംഖ്യകൾ തന്നെ ആയിരിക്കും. അതിൽ ഇരട്ട സംഖ്യകൾ, ഇരട്ട എണ്ണം ഇപ്പോൾ 4, 6, അതുപോലെ 8 അങ്ങനെ ഇരട്ടകളായിട്ട് നിൽക്കുന്നതായിരിക്കും പൂർണ്ണവർഗങ്ങൾ. ഒറ്റയായിട്ടിരിക്കുന്നത് പൂർണ്ണവർഗമാവില്ല. അത് നോക്കിയാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ജോലി ചെയ്ത് തീർക്കാൻ ബാലു തനിച്ച് ചെയ്യാൻ 10 ദിവസവും രാമു തനിച്ച് ചെയ്യാൻ 15 ദിവസവും വേണം. രാമുവും ബാലുവും ജോലി ചെയ്താൽ എത്ര ദിവസം കൊണ്ട് ആ ജോലി തീർക്കാം?
ആൻസർ ഓപ്ഷൻ ഡി 6. ഞാനിവിടെ LCM വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ബാലു 10, രാമു 15 ദിവസവും ബാലുവും രാമും കൂടെ എത്ര ദിവസം എന്നുള്ളത്. LCM നമ്മളെടുത്തു. 15ൻ്റെയും 10ൻ്റെയും LCM 30 ആക്കി എടുത്തു. 30നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3, 30നെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2. ഈ 3ഉം 2ഉം കൂടെ ആഡ് ചെയ്താൽ 5 ദിവസം എന്നുള്ളത് കിട്ടും. അപ്പം 30നെ LCMനെ ഈ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉത്തരമായ 6 കിട്ടും. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതികളുണ്ടാവും. എനിക്കിതാണ് കുറച്ചുകൂടെ ഈസി ആയിട്ട് തോന്നുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. അബു, സലീം എന്നിവർ അവർക്ക് ലഭിച്ച ലാഭത്തെ 5:3 അംശബന്ധത്തിൽ വീതിച്ചപ്പോൾ അബുവിന് 1500 രൂപ അധികം ലഭിച്ചു എങ്കിൽ അവർക്ക് ലഭിച്ച ലാഭം എത്ര? ആൻസർ ഓപ്ഷൻ സി 6000. അബുവിന് 5 ഭാഗവും സലീമിന് 3 ഭാഗം കിട്ടും. അപ്പം 5 3 കൂടെ മൊത്തം ഉള്ളത് 8 ഭാഗമാണ്. അപ്പോൾ 8 ഭാഗം എന്ന് പറയുന്നത് ഒരു ഭാഗം എത്ര നമുക്കറിയില്ല. നമുക്ക് ആകെ അറിയുന്നത് അബുവിന് ലഭിച്ചത് 1500 രൂപ കൂടുതലാണെന്നാണ്. അബുവിന് എത്ര കൂടുതലുണ്ട്? 5ൽ നിന്ന് 3 കുറച്ചിട്ടുണ്ടെങ്കിൽ 2 ഭാഗമാണ് കൂടുതൽ. ഇപ്പം മൊത്തത്തിലുള്ള 2 ഭാഗമാണ് കൂടുതലായിട്ട് അബുവിന് ലഭിച്ചത്. അപ്പോൾ ആ 2 ഭാഗത്തെ നമ്മൾ ഡിവൈഡ് ചെയ്യാം. ആ 2 ഭാഗമാണ് 1500. അപ്പോൾ 1500 ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 750. ഒരു ഭാഗം 750. ഇനി നമുക്ക് എത്ര ഭാഗം വേണമെങ്കിലും കാണാം. അപ്പോൾ മൊത്തം കാണണമെങ്കിൽ 8 × 750 ചെയ്യാം. അപ്പോൾ 6000 കിട്ടും. ഇനി സലീമിന് കിട്ടിയ എത്രയെന്ന് അറിയണമെങ്കിൽ 3 × 750 ചെയ്യാം. അതുപോലെ അബുവിന് എത്ര മൊത്തം കിട്ടിയെന്ന് അറിയണമെങ്കിൽ 5 × 750 ചെയ്യാം. ഇത് ഈ 750 എങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ 5 3 കൂടെ തമ്മിലുള്ള ഡിഫറൻസ് 2 ആണ്. ഈ അധികമുള്ളത് 5 കൂടുതലുള്ള ആൾക്കാണല്ലോ 1500 കിട്ടിയത്. അപ്പോൾ അധികമുള്ളത് 1500 ആണ്. അപ്പോൾ 5ഉം 3ഉം തമ്മിലുള്ള വ്യത്യാസം 2 ആണ്.